ആരാധകരെയും ഇൻസ്റ്റഗ്രാമിനെയും തീ പിടിപ്പിച്ച പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം നസ്രിയ പങ്കുവച്ചത്. കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതിരുന്നതുമെന്നുമാണ് നസ്രിയ അറിയിച്ചത്. പിന്നാലെ നസ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുകയും ചെയ്തു. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും വരെ ഇത് ചർച്ചാ വിഷയമായി എന്നതാണ് സത്യം. ഇപ്പോഴത്തെ അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തമിഴ് മാധ്യമങ്ങളിലും ഡിവോഴ്സ് എന്ന ക്യാപ്ഷനിട്ട് നസ്രിയുടെയും ഫഹദിൻ്റെയും ചിത്രങ്ങൾ നൽകി ഇരുവരും ഡിവോഴ്സാകാൻ പോവുകയാണെന്ന വാർത്തകൾ പ്രചരിക്കുന്ന തരത്തിലാണ് അടിക്കുറിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഇങ്ങനെയൊരു സംശയം എല്ലാവർക്കും ഉണ്ടെന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 വർഷത്തോളമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട്. നസ്രിയയ്ക്ക് 30 വയസ്സുമാവുകയാണ്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള യാതൊരു വാർത്തകളും പ്രചരിച്ചിട്ടില്ല. അതിനുള്ള സാഹചര്യവും ഒരുക്കിയിരുന്നില്ല ഇരുവരും. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്നാണ് നസ്രിയ അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷ വാർത്ത പങ്കുവച്ചതിനൊപ്പം താൻ അനുഭവിക്കുന്ന വേദനകളും പ്രശ്നങ്ങളുമെല്ലാം യാതൊരു കാര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത്. താൻ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും നസ്രിയ പറഞ്ഞപ്പോൾ കഴിഞ്ഞ 4.5 മാസമായി ഫഹദ് മറ്റു തിരക്കുകളിലാണ്. അതേസമയം ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് നസ്രിയ നസീം ഫഹദ് എന്ന പേര് ആ കുറിപ്പിന് താഴെ നസ്രിയ മാറ്റിയില്ല എന്നതാണ്. അതേസമയം നസ്രിയയുടെ കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലാണ് കമൻറ്റുകളിലൂടെ പങ്കുവച്ചത്. എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്നറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയുമെല്ലാം ആരാധകർ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് ചിലർ കരുതിയത്. ദയവ് ചെയ്ത് മറ്റ് സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ എന്നും കമന്റുകളുണ്ട്. മറ്റ് സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ. ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി. ഞാൻ ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെന്റ് ആണെന്നാണ്. എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു. വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നത് എന്നാണ് മറ്റു ചിലർ ഈ കമൻറ്റിന് താഴെ മറുപടിയായി ചോദിക്കുന്നതും നൽകുന്നതും. വർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനാൽ വളരെ നല്ലതാണ് അതിൽ നിന്നും പുറത്തു കടക്കുന്നത് എന്നായിരുന്നു ഒരാൾ മറുപടിയായി കുറിച്ചത്. അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചല്ലേ അറിയൂ എന്നാണ് മറ്റൊരാൾ കമൻറ്റ് ചെയ്തത്. നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് മാത്രമേ അറിയൂ. നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല. ആർക്കെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്നും അവർ പുറത്തു കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. അതേസമയം അവരുടെ വ്യക്തിജീവിതത്തെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കൂ എന്നുള്ള കമൻറ്റുകളും ഉണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.